പക്ഷേ ഇത് ഏകദേശം ഇപ്പം ഈ കിടക്കണ ഒരു തെങ്ങുമെന്നിട്ടാണ് ആരും പിരാവരുതിട്ടാ. മാഷാ അല്ലാ, ഇത് 90 തേങ്ങയാണ് കിടക്കണത്. പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് പെരുന്നാൾക്ക് ബഗ്ഗി പാന്റും വേണം, നല്ല ലൂസ് കുപ്പായും വേണം. അത് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ അങ്ങനെ പ്രായം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ മകളെ നമ്മൾ നോമ്പ് 23 നോമ്പാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. 23 നോമ്പിന്റെ വിശേഷം എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലെ മാൾ ഉണ്ടാക്കി വെച്ചവര് തെങ്ങുമെന്ന് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതുപോലെ അയിമെന്ന് ഇളനീരിട്ടായിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് തകർപ്പൻ സർപ്രൈസ് വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫുഡ് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ വയ്യെങ്കിൽ കാണിച്ചു തരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ അപ്പോ നീട്ടിക്കൊണ്ട് പോണില്ല, പോവാൻ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് തേങ്ങ ഇടാണ്ട് അതിനിട്ട് ഇതുണ്ടില്ലേ, ഇതിമുള്ള തേങ്ങ മുഴുവൻ കുളത്തിട്ട് തീയന്മാരൊന്നും കിട്ടാനില്ല തേങ്ങ ഇടാനുള്ള. അപ്പൊ ഇതിമൊന്ന് നല്ല അടിപൊളി ഇളനീനുണ്ട്. ഈ ഇളനീന് ഇട്ടിട്ട് നോമ്പ് തുറക്കാൻ ഇളനീർ ഷെയ്ക്കാക്കുള്ള പരിപാടിയാണ് അല്ലേ, ഇളനീർ ഷെയ്ക്ക്. അപ്പോൾ അവിടെ താഴെ അതിന് തോട്ടി കെട്ടിണ്ട് ഒരാൾ. ഇതാ അവിടെ ഒരാൾ തോട്ടി കെട്ടാണ്. അത്ര കാട്ട് ഫുള്ള് കാണിക്കാൻ പറ്റൂല. ഇയാളവിടെ തോട്ടി കെട്ടാണ്. തേങ്ങ പെറുക്കാൻ അവിടെ ഒരാളുണ്ട്. ഹലോ, അവിടെ ആ പൊന്തന് നെയ്ച്ചോറോലിൻ്റെ പൊന്തൻ്റെ ഉള്ളിലുണ്ട്, നോക്കാം. അവിടെ 3 ആ സൈഡിൽ കാണണം. പിന്നെ ബാവാക്കാനാണ് താഴത്തേക്ക് ഒന്നും കാണണം. ബാവാക്കാൻ്റെ സൈഡിൽ നോക്കിയാ പൊന്നോ, ബാവാക്കാൻ്റെ അപ്പുറത്തേക്ക് ആ പൊളിക്ക് ബാൻ്റെ ആ താഴത്തേക്ക് വിളിക്കണമെന്ന്. കേട്ടോ ആ ഇനി ഒന്നും കൂടെ വായൻ്റെ ആ ഭാഗത്ത് നോക്ക്, വായൻ്റെ ആണ്ട് നോക്ക്. അതിൻ്റെ ഉള്ളിൽ ഒന്നുള്ളൂ പൊന്നോ. ബാവാക്കാൻ്റെ താഴത്തെ കണ്ടത്തേക്ക് ഒന്ന് പോയിന്ന്. ടോട്ടല് മോനുവാ അവിടുന്ന് 3 കിട്ടിയാ. 3 അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എക്ക നീച്ച എക് പീസ്. അപ്പോൾ പറഞ്ഞ മാതിരി കിട്ടിയാ. ആയിക്കോട്ടെ. ഇതിമൊന്ന് ഇളനീരിടുക, ഈ വളഞ്ഞ തേങ്ങ ഇടണം, പിന്നെ ഈ വളഞ്ഞ തേങ്ങ ഇടണം. മാഷാ അല്ലാ. അപ്പോൾ അതാണ് പരിപാടി. തോട്ടിലിടേ നമ്മളോ തോട്ടിലിടയുണ്ട്. സിപ്പി യഥാർത്ഥ തോട്ടി നമ്മളെ കുഞ്ഞുട്ടി മോൻ്റെ കൊടുത്തേ. വളം തരണേ. ചെക്ക് ചെയ്തോട്ടെ അല്ല ഇല്ല അതെന്താ പാട്? ഇത് അത്യാവശ്യമേ ഉറപ്പുള്ള ഞൊട്ടിയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ മുണ്ടിട്ടില്ലല്ലോ, ഒരു മിനിറ്റ് ഇട്ടാ. ഇത് ആള് കാലി ആയിക്കണേ ഏകദേശം. ഇനിയിപ്പത്തനൊന്നും ഇല്ല. പക്ഷേ ഇത് ഏകദേശം ഇപ്പം ഈ കിടക്കണ ഒരു തെങ്ങുമെന്നിട്ടാണ് ആരും പിരാവരുതിട്ടാ. മാഷാ അല്ലാ, ഇത് 90 തേങ്ങയാണ് കിടക്കണത്. പിന്നെ 3 വേറെ ഒന്ന് പൊളിച്ച് 4 ഇളനീരും 2 ഇളനീര് 6 ഇളനീരുണ്ട് കുഞ്ഞിപ്പാക്കും കൊടുത്ത്. അതേമാതിരി 3-4 തേങ്ങ അങ്ങോട്ട് കൊടുത്ത് ടോട്ടൽ ഒരു 100 എന്ന് പറയാം അല്ലേ. ഇതായിട്ടുണ്ട് കാര്യം പറയണ്ടേ. അപ്പം ഞങ്ങളെ ഈ 4.5 സെൻറ്റ് സ്ഥലത്തിൽ ഒറ്റ തെങ്ങാണുള്ളത്. ഈ ഒറ്റ തെങ്ങിൽ ഈ തേങ്ങ അങ്ങനെ കിടക്കണാണുമ്പോൾ ഞങ്ങൾക്ക് വാക്കുകളില്ല, മുണ്ടരുത് ഒരു മിനിറ്റ്. പക്ഷേ അൽഹംദുലില്ലാ പറയണ്ട എങ്കിലും കൂടിയിട്ട് ഈ തെങ്ങ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ പാവം വ്യക്തി വെച്ചതാണ് നമ്മളെ പറമ്പിൽ. അതെ, അല്ല നമുക്ക് തന്നതാണ്. എന്താ പറയുക, എല്ലാവരും തേങ്ങ ഇടണം നമ്മളിങ്ങനെ കാണും. പക്ഷെ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ തേങ്ങ കണ്ടപ്പോൾ സന്തോഷം. അൽഹംദുലില്ലാ എത്ര അള്ളാഹ് നന്ദി പറഞ്ഞാലും മതിയാവൂല. അള്ളാഹെ സ്തുതിച്ചാൽ മതി. പറഞ്ഞാൽ നമുക്ക് അള്ളാഹ് എല്ലാം തരും, എല്ലാം തരും അള്ളാഹ്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തെങ്ങ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു JCBയുടെ മുമ്പ് ഒരു കുഴി ഉണ്ടായിരുന്നു. മുമ്പ് ഈ ഉയർന്ന സ്ഥലമായിരുന്നു. അവിടെ കല്ല് വെട്ടി താത്തിയപ്പോൾ ആദ്യം അതിന് മുമ്പുണ്ടായിരുന്ന ആ തെങ്ങ് ഇവിടെ കുഴിച്ചിട്ട്, പക്ഷെ ആ തെങ്ങ് പോയി. പിന്നെ ആ മണ്ണ് കിടന്ന് ഉറച്ചിരുന്നു. അതിന് ശേഷം ഇവളിതാ മാളുവിൻ്റെ വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നിട്ട് ഒരു തെങ്ങിൻ്റെ തൈ കൊണ്ടുവന്ന്
25, 50, 75, 100 വട്ടം എന്നോട് പറഞ്ഞു ഒന്ന് കുയ്യുത്തി തരും, ഒരു കുയ്യുത്തി തരും. പക്ഷെ എനിക്ക് അന്ന് നല്ല പണിയുണ്ട്, പക്ഷെ ഞാൻ വേണ്ടത്ര കെയർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വേറെ ഏതോ ലോകത്തെ പറയും എന്നും പറയും ആ തെങ്കുച്ച നമ്മളവിടെ കുയ്യുത്തേന്ന് ആള് കുത്താന്നറിയും. ഞാൻ എന്ത് ചെയ്തേ, എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഞാൻ ഒരു സമയം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തും, കാണണം, അത് പലരും മനസ്സിലാക്കി കൊള്ളാം. അപ്പൊ ഞാൻ കുയ്യുത്തി. അപ്പൊ ഈ തെങ്ങ് നണ്ട പെരുമാന്നൊക്കെ പറയില്ലേ, ഈ പെട്ടാണ് ഇവിടെ കരുത്താണ്. തെങ്ങും കുഴി കുത്തി. പിന്നെ നമുക്ക് ഒരാളെ കുറിച്ച് നമ്മള് പറയാതിരിക്കാൻ പറ്റില്ല. സെഫിയാത്ത വന്നുകാണ്ട് നമ്മളെ അയൽവാസി ഉണ്ട്, കുഞ്ഞുട്ടിമോന്റെ സെഫിയാത്ത വന്നുകാണ്ട് പറഞ്ഞ് കാണിച്ചെന്ന് എങ്ങനെയാണ് ഓലൊക്കെ നമ്മളെക്കാട്ടിയും പ്രായമുള്ള ആൾക്കാരല്ല, നമ്മളെ അമ്മാന്റെ പ്രായമുള്ള ആൾക്കാരല്ല, ഒരു തെങ്ങുകുഴി കുത്തണ അറിയാലോ. എന്നോട് പറഞ്ഞേ കുഴി കുത്തലൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ആ തെങ്ങിന്റെ ഒരു ചെരിഞ്ഞിങ്ങാണ്ടാണ് പോണ ആ തെങ്ങ്, ഇത് ചെരിഞ്ഞിങ്ങാണ്ടാണ് കൊല അതിന്റെ ആ പൂവ് പോയിന്നത്. അതിനോട് പറഞ്ഞ ഒരു കുഴി കുത്തിയിട്ട് ആ തെങ്ങ് നല്ലപോലെ വെക്കുകയായിരുന്നു. അതൊക്കെ കാണിച്ചു തന്നിട്ടാ അതൊക്കെ പറഞ്ഞാൽ അത് കുഴിച്ചിടുമ്പോ ഞങ്ങള് സെപ്പേത്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അത് പറഞ്ഞെന്നാണ് ഐഡിയ. എനിക്ക് എങ്ങനെ തെങ്ങ് കുത്തല് ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഇതാ അൽഹംദുലില്ലാ. അപ്പൊ നമ്മുടെ കുഞ്ഞുട്ടിമോന്റെ അമ്മ, അതായത് ഇർഷാദിന്റെ അമ്മ, അഥവാ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സെഫിയാത്ത ഒരു ബിഗ് സലൂട്ട്. പിന്നെ എന്താ അറിയോ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും എനിക്ക് എന്താ എനിക്ക് ഭയങ്കര സന്തോഷപ്പെട്ട് ഇങ്ങനെ കണ്ടപ്പോഴേ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഞങ്ങൾക്ക് എന്തൊക്കെയോ നമ്മൾ അനുഭവിക്കാത്ത എല്ലാവരും ആണുങ്ങള് പണിക്കാരൊക്കെ വിളിച്ച് കുഴി കുത്തിക്കാണ്ടല്ലോ തെങ്ങ് തൈ ചോദിച്ചിട്ടല്ലോ. ഇത് ഞാനുണ്ട് എങ്ങനെയൊക്കെ കുഴിച്ചിട്ട് എനിക്ക് തന്നെ അറിയില്ല, അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ. എനിക്കിപ്പോ ഇതിലെ മാളുവിനോട് ഒരുപാട് ശുക്ർ പറയാണ്ട്, നന്ദി പറയാണ്ട്, അതിലുപരി അള്ളാഹിനോട് നന്ദി പറയാണ്ട്. കാരണം നമ്മൾ ഈ 4 സെന്റ് സ്ഥലം ഇങ്ങനെ ഒരു തെങ്ങും ഇത്രയും ഇത് വലിയ പൈസക്കാരൻ മിറ്റത്തൊക്കെ എടുക്കുമ്പോൾ ഇത്രയും തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും ഇപ്പൊ എത്ര ഐ ക്യാൻ ബിലീവ് നമ്മളെ എത്ര പറമ്പ് തെങ്ങും പറമ്പ് മുഴുവൻ നമ്മളെ അയൽവാസിയിൽ എല്ലായിടത്തും 100 തെങ്ങുണ്ടാവും, 50 തെങ്ങുണ്ടാവും. ഒരു തേങ്ങ പോലും നമുക്ക് തരൂല. നമുക്ക് നമ്മളെ തെങ്ങുമ്പോ തന്നെ കിട്ടണം. അതല്ല നല്ല വയറ് നിറച്ച് തന്നെ കോരി ചെരിഞ്ഞ് തന്നിരിക്കുന്ന മക്കളെ. അള്ളാന്റെ അനുഗ്രഹം തന്നാലും ഇതാണ്. പക്ഷെ ഞാനന്ന് മെയിൻ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവളും മെയിൻ ചെയ്യാതെ അവിടെ ഇട്ടുകണ ഇത് ഉണ്ടാവൂല. നമ്മള് പെരീന്ന് പത്രം കൊണ്ടുപോകും, ആരെങ്കിലും 15 തരുമൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും കൊണ്ടുപോകും, വേറെ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് തയ്യില്ല. നമ്മള് നയിച്ചിട്ടുണ്ടാക്കുന്ന കിട്ടുന്നുണ്ടല്ലോ, തൃപ്തിപ്പെടുള്ളൂ. ഇതുണ്ടെങ്കിൽ തെക്കേപ്പാട്ടേരിയും കോങ്ങാട്ടേരിയും മിറ്റത്തെടുക്കും പോലുണ്ട്. അൽഹംദുലില്ലാ, കാലുടയമാരൊക്കെ മിറ്റത്തെടുക്കും പോലുണ്ട് അല്ലേ. ഞങ്ങൾക്കിത് പറയാൻ ഞങ്ങൾക്കിത് ഭയങ്കര അത്ഭുതട്ടാ. ഇതിപ്പോ ഏതാപ്പോ തേങ്ങ ഇട്ടതാ അത്ര പോലെ ഇപ്പൊ ഇങ്ങനെ പറയാനൊക്കെ നിങ്ങൾക്ക് പറയും. പക്ഷെ തേങ്ങ ഇല്ലാത്തവർക്ക് സംഭവമാണ് മക്കളെ. തെങ്ങ് തൈ ഉണ്ടാക്കണ ഒരു തേങ്ങ ഇടുമ്പത്തെ സന്തോഷം ഉണ്ടല്ലോ, അത് ഇല്ലാത്തവർക്ക് മനസ്സിലാവും. ആരും പിരായത് പ്ലീസ് ഇനി തോന്നുണ്ടാവാന് മാഷാ പറയാൻ നല്ല കുട്ടികളല്ലേ. നമ്മള് എന്താണ് ഇങ്ങനെയുള്ളത് ഇവിടെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ അതിലുപരി താങ്ക്സ് എന്നോടുള്ള അള്ളാഹുടെ താങ്ക്സ് അള്ള തന്നതാണ്. അപ്പൊ ഞങ്ങള് ഇനി മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളെ നോമ്പറക്കൽ ഇപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് പറയണ്ടേ, നമ്മള് ഇളനീരേറ്റ് അത് അവതാളത്തിലാവും. ഇളനീരിടാൻ പറഞ്ഞപ്പോ ഞാൻ പറയാ തേങ്ങ ഇട്ടാളേന്ന്. വാ ഇവിടെ വാ, ഇങ്ങോട്ട് വാടാ. ഇന്ന് നോമ്പ് തുറാന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരാനാണ്, വീഡിയോ എടുക്കാനല്ല കുട്ടിമാനെ കേട്ടോ. അപ്പോ ഇതാ പോകണ്ട് ഇവിടെ, അവിടെ ഉണ്ട് സ്കൂളിട്ട് വന്നാണ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് +2 കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ ജ്യൂസ് ഉണ്ടാകുമ്പോൾ നേരം പോകും, പണി പോളും. പിന്നെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇതൊക്കെയാണ് മക്കളെ. ചിക്കൻ സമൂസ, ഫ്രൂട്ട്സ് ആയിട്ട് ബത്തക്ക, ഇളനീര് ഷെയ്ക്ക്. ഇത് ഇളനീര് ഷെയ്ക്കാനല്ലേ? അപ്പോൾ ഇളനീര് ഷെയ്ക്കാനാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇരിക്കാനുള്ള പരിപാടിയിലാണ്. നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കാൻ അധികം സമയമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇളനീർ ഷേക്ക് ഉണ്ടെങ്കിലും കുറച്ച് നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ട് മാറും. ഇല്ലാത്ത കഞ്ഞി മാതിരി നടക്കൂല അല്ലേ? ഓക്കെ. സംഭവം വെച്ചാല് നമ്മള് ജനിച്ചപ്പോഴേ നമ്മളെ ചെറുപ്പത്തില് ശീലമായതുകൊണ്ട് ദാഹം കെടാനും ഒരു നാരങ്ങളെല്ലാം പറ്റൂല. നോമ്പ് എന്ന് പറഞ്ഞാൽ നാരങ്ങളാണ്. അതെ, മെയിൻ ആയിട്ട്. വേറെ ജ്യൂസൊക്കെ ഇപ്പൊ ഉണ്ടായതല്ലേ, നമ്മൾ ആദ്യം നാരങ്ങളും കുടിച്ചിട്ടല്ലേ നോമ്പ് പറഞ്ഞത്. ജ്യൂസൊക്കെ ഇപ്പൊ ഉണ്ടായതല്ലേ. ഇത് പിന്നെ അവൻ നോമ്പ് തുറന്ന്
അല്ലാ നോമ്പും കളയും. നമ്മളെ വീട്ടിൽ നിന്ന് ഇട്ടുകാണ്ട് ഉണ്ടാക്കിയ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിക്കാണ്ടുള്ള തെങ്ങുമ്മത്തെ അതിന്റെ അഞ്ഞെടുത്തുകാണ്ട് ജ്യൂസ് അടിച്ചുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും കുടിച്ചുമ്പോ വേറെ സുഖം. നമ്മളെ വീട്ടിൽ തന്നെ അവനാന്റെ കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് തന്നെ പറയാൻ കഴിയൂല. മാഷാ അല്ലാ. ബാങ്ക് കൊടുക്കാൻ കട്ടക്ക് വെയിറ്റ് ചെയ്യണം, 1 മിനിറ്റ് ഇട്ടാ. അപ്പോ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അറിയോ എനിക്ക് പെരുന്നാൾക്ക് ബഗ്ഗി പാന്റും വേണം, നല്ല ലൂസ് കുപ്പായും വേണം. അത് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മിപ്പോ അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ അതില്, മോഡലും കാര്യങ്ങളൊന്നും പ്രായം. നമ്മളെ അയൽവാസി ചെങ്ങായിണ്ട്, ഓൻ എന്റെ പ്രായക്കാരൻ തന്നെ ഓടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാതിരിക്കണേ? അത് നടക്കണ കേസല്ല. ബാവാക്ക് എടുക്കണ്ട്. ഞാൻ എന്താ പിന്നെ പ്രധാന കാര്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളെ നോമ്പുതറ ആരെ വകയെന്നറിയോ? നമുക്ക് ഈ ടേബിളും നമ്മളെ പേരൊക്കെ പെയിന്റ് അടിച്ചൊക്കെ തന്നില്ല, അവരെ വകയാണ് ഇന്നത്തെ നോമ്പുതറ കേട്ടാ. അവര് പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് നമുക്ക് ഫുഡ് എന്നൊക്കെ വെച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് കാണാം, അപ്പൊ അതൊക്കെ കണ്ടോളിട്ട്. അപ്പൊ ഞങ്ങള് ഇത് ജ്യൂസ് എന്നൊക്കെ കുടിച്ചിട്ട് തിന്നോളൂ. അപ്പൊ കാണാൻ എന്തൊക്കെയാ ഫുഡ് എന്ന് കേട്ടാ. മോനോടെ ഒന്ന് നോമ്പറന്നാ സൂപ്പറാട്ടാ. സമൂസ കണ്ടു നോക്കണേ. സമൂസ എങ്ങനെയുണ്ട് കുഞ്ഞോ? ശരിക്കും എങ്ങനെയുണ്ട് കുഞ്ഞോ? മോനോ കുട്ടിമോനെ? അമർത്തി സെറ്റാണല്ലേ? കുറച്ചും തണക്കണില്ല. ഒപ്പളൊരു സാധനം ഒന്നും പറയാനില്ല. അപ്പൊ ഇത് നാച്ചുറൽ ആണ്ട മക്കളെ, നാച്ചുറൽ. നമ്മളെ വീട്ടിലത്തെ ഇളനീരെടുത്തുകൊണ്ട് അതിമാ എല്ലാവരും വീട്ടിലുണ്ടാവും. ഞങ്ങൾ ഇല്ലാതെ ഉണ്ടാകുന്ന ഇങ്ങനെ പിന്നെയും പറയട്ടെ, ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, ഒരു നാരങ്ങളും കുടിച്ചേട്ടാ. ഇനി വേറെ ഷേക്ക് വേറെണ്ടാ? അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കേടുപാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അൽഹംദുലില്ലാ നമ്മൾ 23 നോമ്പും തുറന്നു. അല്ലാഹു അതിന് നമുക്ക് എല്ലാം അൽഹംദുലില്ലാ പറയാതിരിക്കാൻ കഴിയൂല. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്, പ്രവാസികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ. ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടും അല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കട്ടെ. തുറക്കാനുള്ള അതുപോലെ തെറ്റ ആമീൻ. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അല്ലേ? അതെ, നമ്മളെ പ്രവാസികളെ ബുദ്ധിമുട്ട് ആ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാല് എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ നല്ല നോമ്പാണ്, കുഴപ്പമൊന്നുമില്ല. അവർക്കെല്ലാം സന്തോഷം നൽകട്ടെ. അവരുടെ പ്രശ്നം എല്ലാവരും ചൂടാണ്, ഈ ചൂടത്തും അല്ലേ നോക്കിയില്ല. പെട്ടെന്ന് തന്നെ യുദ്ധമൊക്കെ അവസാനിച്ച് നല്ല സന്തോഷം നൽകട്ടെ പ്രവാസികൾക്കെല്ലാം. ആമീൻ. ആ സമൂസ കണ്ടു നോക്കണേ. ഞങ്ങൾ കഴിച്ചു നോക്കി ഞാൻ പറഞ്ഞുതരാം. മാളോ എങ്ങനെ നോക്കാം കുട്ടിമോനെ? അത് നമ്മൾ ടർഫിന്റെ ഉള്ള തട്ടുകടയിൽ നിന്ന്. അങ്ങോട്ട് സൂപ്പറല്ല അല്ല? അപ്പൊ ഞങ്ങളിത് സമൂസ കഴിച്ചു, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇൻഷാ അല്ലാ മഗ്‌രിബിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡായിട്ട് ഇപ്പോൾ വരാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ പോവാണ്. മാള് നേരത്തെ പറഞ്ഞില്ല ഇന്നത്തെ ഫുഡിന്റെ കാര്യം. ഇതെന്താ ഐറ്റംസ്? ഇതെന്തോ ഒരു കറിയാണ്, കുറുമ എന്തോ ആണ്. അല്ല, ചിക്കൻ്റെ എന്തോ ഗ്രേവിയാണ് നല്ല ടൈറ്റുള്ള. ഇത് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആണ്. ഇതെന്താ ചില്ലി ചിക്കൻ, ചിക്കൻ ചില്ലിയോ? ചിക്കൻ ചില്ലിയാണ്. എന്തോ ആണ്. പിന്നെ പൊറോട്ട, വെള്ളപ്പം, അടിപൊളി വെള്ളപ്പം. സൂപ്പറാണ്. ഇത് തോന്നില്ലേ എന്താ അതിന്റെ പേര്? അവിടെ നിന്നാണ് തോന്നില്ലേ? അതെ, ഫുഡ് ഇവിടെ എത്തിച്ചേരേ. ഇതപ്പം കുടിക്കണ എങ്ങനെയാന്ന് നോക്കിയേ. ഇതാ ഞാൻ തണുത്തോടെ ജില്ലയുടെ കൊണ്ടുവച്ചേന്ന്, പക്ഷേ
എവിടെ നടക്കാനാ? അപ്പൊ അൽഹംദുലില്ലാ ഒരാളെ നോമ്പ് തുറപ്പിച്ചാല് അള്ളാഹ് ഇന്ന് എന്താണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ നോമ്പ് തുറപ്പിച്ചതിന് നല്ല കൂലി കൊടുക്കട്ടെ, തീർച്ചയായും നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അതെ, സന്തോഷം, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ കുട്ടിമാൻ പുറത്തുണ്ട്, ഇപ്പോൾ വരും. ചെറിയ നയിപ്പിലാണ് ആള്. അവള് വണ്ടി ഞമ്മ മുറ്റത്തുനിന്ന് പരിചയമില്ലാത്തവർക്ക് വന്നാലേ വണ്ടി എടുക്കുവാൻ ഇവർക്ക് പിന്നെ പരിചയമാണ്. അതെ, തിരിക്കാൻ പറ്റൂല, വണ്ടി തിരിച്ചാൻ വേണ്ടി സഹായിക്കുള്ളൂ. അതെ, പോണ പുറത്തുണ്ട്. അപ്പം മാഷാ അടിപൊളി ബട്ടർ ചിക്കനും. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പറല്ലേ? ഇരുന്നോ ആ വായിലടിച്ചാളാം. അവിടെ നിനക്ക് വളമ്പി കുട്ടിമ്മ മോനെ നീങ്കാളം കിട്ടാ. അപ്പം ഇനിയിപ്പോൾ കുട്ടിമ്മ ഇട്ടോ കറിയൊക്കെ അടിയോ അതാ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോണേ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ 23-ാമത്തെ നോമ്പും തുറന്നു. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ഫുഡാണ് കഴിക്കുന്നത്. ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കയ്യിൽ. പിന്നെന്താ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അല്ലേ? അഭിപ്രായങ്ങളിട്ട് പോന്നോട്ടെ, നല്ലതായാലും ആകാത്തായാലും ധൈര്യത്തിലിട്ട് പോന്നോട്ടെ. വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നാളെ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും സൗണ്ട് ഇല്ല ഇവിടെ. ബൈ ബൈ.